നമസ്കാരം. ഇന്ന് ഷോ ദ സ്പിരിറ്റിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് കാസർഗോഡ് കുമ്പള സ്വദേശിയായ ഇർഷാദാണ്. ഖത്തറിലെ ഫയർഫോഴ്സ് ജീവനക്കാരനായ ഇർഷാദ് അവിടെ വെച്ച് തൻ്റെ സുഹൃത്തിന് 1,18,00,000 രൂപ ബിസിനസ് ആവശ്യത്തിനായി നൽകുന്നു. എന്നാൽ തിരിച്ചു നൽകാതെ അവിടെ നിന്നും മുങ്ങുകയായിരുന്നു സുഹൃത്ത്. യാഥാർത്ഥ്യം എന്താണെന്ന് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. നമസ്കാരം ഇർഷാദ്. നമസ്കാരം. നമുക്കറിയാം, ഇർഷാദ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ലൈവിൽ വരുന്നു. ലൈവിൽ വന്നിട്ട് തൻ്റെ കഷ്ടപ്പാട്, അതല്ലെങ്കിൽ 1,18,00,000 രൂപ തന്നെ വഞ്ചിച്ച് ദോഹയിൽ നിന്ന് നാട്ടിലേക്ക് കടന്നു വന്ന സിറാജിനെ കുറിച്ചിട്ട് ലൈവിൽ വെച്ചിട്ട് പറയുന്നു, അല്ലേ? പറയുന്നുണ്ട്, ശരിയാണ്. പെട്ടെന്ന് ലൈവ് അവസാനിക്കുന്നതിന് മുമ്പായി പറയുന്നു, ആത്മഹത്യയല്ലാതെ വേറൊരു വഴിയും നിനക്കില്ല എന്ന് പറയുന്നു. ഞാൻ ഖത്തറിൽ ഫയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന സമയത്താണ് സിറാജിനെ പരിചയപ്പെടുന്നത്. അവിടെ ജോലീൻ്റെ ഭാഗത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഇവർ പുറത്തൊരു കമ്പനിയിൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തതാണ്. ഇവനും രക്ഷപ്പെട്ടിട്ട് ഞാനും രക്ഷപ്പെട്ടിട്ടും പറഞ്ഞ് പല ആൾക്കാരും പൈസ വാങ്ങിയിട്ട് ഇവരെ കമ്പനിയിൽ ഇൻവെസ്റ്റ്. എന്താണ് കമ്പനിയുടെ പേര്? റാസ്റ്റെക് എഞ്ചിനീയറിംഗ് ആൻഡ് കോൺട്രാക്റ്റിംഗ്, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത പൈസ ആദ്യം നല്ല നിലയിൽ ഇവർ എന്നെ തിരിച്ചേൽപ്പിച്ചു. ആൾക്കാർക്ക് കൊടുക്കേണ്ട ആൾക്കാരെല്ലാം നല്ല നിലയിൽ കൊടുത്തു കഴിഞ്ഞതാണ്. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഇവന് മുങ്ങുകയാണ്. എൻ്റെ 1,18,00,000 രൂപയായിട്ട് ഇവന് മുങ്ങി. ഈ 1,18,00,000 രൂപ എന്ന് പറയുന്നത് പലരിൽ നിന്നും വാങ്ങിയ പണമാണ്. 8-10 പേരിൽ നിന്നും വാങ്ങിയ പണമാണത്. എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കമ്പനിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവരെ റാസ്റ്റെക് എഞ്ചിനീയറിംഗ് കോൺട്രാക്റ്റിംഗ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ബന്ധുക്കളിലും എൻ്റെ സുഹൃത്തുക്കളെയും ഒരുമിച്ച് ജോലി ചെയ്യുന്ന പോലീസുകാരിൽ നിന്നും വാങ്ങിയ പണമാണ്. തൻ്റെ സ്നേഹിതനാണ്, അവനും രക്ഷപ്പെടട്ടെ, താനും രക്ഷപ്പെടട്ടെ എന്ന ചിന്തയിലാണ് ഞാൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തത്. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഇവന് ആ പൈസയായിട്ട് നാട്ടിലേക്ക് മുങ്ങുകയാണ് ചെയ്തത്. 2014 സംഭവം. 2014 ഇവന് നാട്ടിലേക്ക് മുങ്ങിയത്. ആ കാരണത്താൽ ഞാൻ 10 ദിവസത്തെ ലീവ്, എമർജൻസി ലീവ് എടുത്തിട്ട് നാട്ടിൽ വന്ന് ഈ പൈസേൻ്റെ ആവശ്യം അന്വേഷിക്കാൻ വേണ്ടി ഇവനെ തപ്പി നടന്നിട്ട് വന്നതിന് ശേഷം ഇവൻ്റെ വീട്ടിൽ പോയി. ഞാൻ വടകര കുന്നുമ്മക്കര ആണ് ഇവൻ്റെ സ്ഥലം. കുന്നുമ്മക്കരയിൽ പോയിട്ട് അവിടെ പോയിട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവൻ്റെ ഉപ്പാൻ്റെ പേരാണ് കുഞ്ഞബ്ദുള്ള ഹാജി. അവിടുത്തെ ഒരു പ്രമാണിയാണ്, അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. ഇവർ ഒരു മേലത്ത് തറവാടിന അറിയപ്പെടുന്നൊരു ഇവരെല്ലാവരും വലിയ തറവാട്ടുകാരാണ്. ഇവരെല്ലാം ഖത്തറിലും ദുബൈയിലെല്ലാം ബിസിനസ്സുള്ളൊരു ഫാമിലിയിൽ പെട്ട ആൾക്കാരാണ് ഇവർ. അവിടെ പോയി കഴിഞ്ഞ് ഇവൻ്റെ വീട്ടിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവൻ വീട്ടിലുണ്ട്. സിറാജ് വീട്ടിലുണ്ട്. അന്ന് പോയി അവിടെ നിന്ന് വീട്ടിൽ സംസാരിച്ച് ഇവൻ പറഞ്ഞ എന്നോട്, നിൻ്റെ പൈസ എല്ലാം ഞാൻ റെഡിയാക്കുന്നുണ്ട്, ചെറിയൊരു അബദ്ധം പറ്റിയതാണ് എനിക്ക്, ഞാൻ 3 ദിവസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിൻ്റെ പൈസ കാര്യങ്ങൾ ഞാൻ ഫുള്ളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റൂല, പിന്നെ അതിനൊരു സാവകാശം തരണം, എൻ്റെ വീട് ഞാൻ ലോൺ എടുത്തിട്ട് നിൻ്റെ പൈസ തരും, തിരിച്ചു തരുമെന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് പറയുന്നത് തിരിച്ചു തരുമെന്ന്? ഇത് ജനുവരി 27-ാം തീയതിയാണ് ഞാൻ അവിടെ പോയിട്ടുള്ളത്. ജനുവരി 27, 2014, 4 കൊല്ലം മുമ്പ്. അവിടെ പോയി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, 3 ദിവസം കഴിഞ്ഞ് നീ വാ, നിന്റെ പൈസ നിന്റെ പ്രശ്നങ്ങൾ ഞാൻ സെറ്റിലാക്കി തരാം, തീർത്ത് തരാം. ആ വാക്കും കേട്ട് അവിടെ നിന്ന് വരുന്ന സമയത്ത് അവൻ്റെ പാസ്പോർട്ട് ഞാൻ തിരിച്ചു വാങ്ങി. അവൻ എൻ്റെ കയ്യിൽ തന്നതാണ്, എന്നെ വിശ്വസിച്ചോ, ഞാൻ പാസ്പോർട്ട് കയ്യിൽ വെച്ചോളൂ, ഞാൻ പൈസ തിരിച്ചു തരുവോളം നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് വെച്ചോളൂ എന്ന് പറഞ്ഞ് പാസ്പോർട്ട് തന്നു, എൻ്റെ കയ്യിൽ തന്നു. ആ സമയത്ത് അവനോട് ഞാൻ പറഞ്ഞു, ഈ രാത്രി സമയത്ത് നിന്നോട് എനിക്ക് സൈൻ ചെയ്തിട്ട് വാങ്ങാൻ മുദ്ര പേപ്പറൊന്നും എൻ്റെ കയ്യിലില്ല, അതിൻ്റെ ആവശ്യമില്ല, വൈറ്റ് പേപ്പറിൽ ഞാൻ എഴുതിയിട്ട് ഇന്ന കാര്യം ബോധിപ്പിച്ചിട്ട് നിൻ്റെ കയ്യിൽ തരുന്നതെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ തന്നത്. വൈറ്റ് പേപ്പർ തെളിവുകളുണ്ട്, അതാണ് ഈ പേപ്പറുകൾ. അതിൽ അവന് സൈൻ ചെയ്തതാണ്. എന്തിനു പറഞ്ഞു കഴിഞ്ഞാൽ, ഇവനോട് ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട്, ആ പൈസ തിരിച്ച് തരുന്നത് വരെ നിൻ്റെ കയ്യിൽ ഞാൻ പാസ്പോർട്ട് തിരിച്ചേൽപ്പിക്കും, നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു, ഞാൻ ഇവിടെ നിന്ന് ഓടിപ്പോകില്ല എന്നൊരു ഇതിനു വേണ്ടിയിട്ടാണ് എന്നെ ഏൽപ്പിച്ചത്. അത് കഴിഞ്ഞ് അവൻ പറഞ്ഞ പോലെ 3-ാമത്തെ ദിവസം അവൻ്റെ നാട്ടിലേക്ക് ഞാനും എൻ്റെ അളിയനും എൻ്റെ സുഹൃത്തുക്കളും പോയ സമയത്ത് അവിടെ സംസാരിക്കാൻ നിന്നത് നാട്ടിലെ പ്രമാണികളായ ലീഗിൻ്റെ ആൾക്കാരാണ്, ലീഗിൻ്റെ നേതാക്കന്മാർ. അവിടെ ആ സമയത്ത് അവർ എന്നോട് വാശിയും തട്ടിക്കയറി സംസാരിച്ചു. വടകര എന്ന് പറയുന്ന പ്രദേശത്താണ്, വടകര കുന്നുമ്മക്കരയിലെ അവിടുത്തെ ലീഗ് നേതാക്കന്മാർ നിങ്ങളുമായി സംസാരത്തിന് വരുന്നു. ആ സമയത്താണ് പോക്കർ എന്ന് പറയുന്നൊരു വ്യക്തി അതിലിടപെടുന്നത്. അപ്പോൾ പോക്കർ പറഞ്ഞ് സംസാരിച്ചതിന് ശേഷം അവിടെ എനിക്ക് പരിചയമില്ലാത്ത 5-6 പേരുണ്ടായിരുന്നു അവൻ്റെ വീട്ടിൽ. അപ്പോൾ അവരെല്ലാം എന്നോട് ഒരു വാശിയിലും സംസാരിക്കുന്നതാണ്, നിങ്ങൾക്ക് കഴിയുന്ന പോലെ തരാൻ പറ്റൂല പൈസ, നീ എന്താ ചെയ്യുന്നോ അതുപോലെ നീ ചെയ്തോ,
ഇറങ്ങിപ്പോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 1,18,00,000 രൂപ 1 കോടി നിങ്ങളിൽ നിന്നും തട്ടിയെടുത്ത്, അങ്ങനെ തന്നെ പറയണം. എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത് 1,18,00,000 രൂപയ്ക്കും വേണ്ടിയിട്ടാണ് അവന്റെ ആ വീട്ടിൽ ഞാൻ നാട്ടിൽ പോയപ്പോൾ നിങ്ങൾക്ക് തരാൻ പറ്റില്ല, നിന്നാൽ എന്താ ചെയ്യാൻ പറ്റുന്ന അത് നീ ചെയ്തോ എന്ന് പറഞ്ഞ് അവിടുന്ന് എന്നെ ഇറക്കി ഓടിപ്പിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ വന്ന ആളും തിരിച്ചു വരേണ്ട വന്ന്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് അവിടുന്ന് പോക്കർ മുഖേന ഒരു കോൾ വരുന്നുണ്ട്. നമ്മൾ ഇരുന്ന് സംസാരിക്കാം, നിങ്ങളൊന്ന് വടകര ഗസ്റ്റ് ഹൗസിൽ വരണം, PBയിൽ. അവിടെ വന്ന് പറഞ്ഞ പോലെ അവിടെ ഇരുന്ന് സംസാരിച്ച് ആ സമയത്താണ് സിറാജിനോട് ചോദിക്കുന്ന. ആ സമയത്ത് സിറാജെ, നീ ഇവനക്ക് പൈസ കൊടുക്കാനുണ്ടോ അല്ല കള്ളക്കഥയാണോ? സമയത്ത് സിറാജ് പറയുന്നുണ്ട്, ഞാൻ ഇവനക്ക് കൊടുക്കാനുള്ള പൈസയാണ്, ഇപ്പോൾ കൊടുക്കാനില്ല, ഒന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് ഓടി. സ്വാഭാവികം. അപ്പോൾ അതുകൊണ്ട് എന്താണ് അടുത്ത നെക്സ്റ്റ് ചോദിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞ്, എൻ്റെ പറമ്പ് വീടും ഇവൻ്റെ പേരിൽ എഴുതി കൊടുക്കാം. അവിടെ ആരൊക്കെയുണ്ട് ഈ സമയത്ത്? ആ സമയത്ത് ഇപ്പോഴത്തെ കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുല്ല, ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ MLA പാറക്കൽ അബ്ദുല്ല എന്ന വ്യക്തിയാണ് അവിടെ മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി പാറക്കൽ അബ്ദുല്ല. ആ വ്യക്തി അവിടെ ഇടപെട്ട് പറഞ്ഞ്, ഇവൻ്റെ വീടും പറമ്പ് നീ വാങ്ങണ്ട, നിൻ്റെ പേരിൽ എഴുതണ്ട, ഇവിടെ വലിയ വാല്യൂ ഒന്നുമില്ല ഇവിടെ സ്ഥലത്തിന്. അതായത് സിറാജിന്റെ വീടും പറമ്പും നിങ്ങളുടെ പേരിലാക്കാൻ തയ്യാറായ സിറാജിനെ പിന്തിരിപ്പിച്ചത് പാറക്കൽ MLA പാറക്കൽ അബ്ദുള്ള പറയുന്നു, അത് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇവിടെ സംസാരിച്ച് തീർക്കാം. ഇവിടെ സംസാരിച്ച് തീർക്കാനുള്ള ഉദ്ദേശം, എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം സംസാരിച്ച് തീർക്കുക? അവർ പറയുന്നുള്ളത് 25 ലക്ഷം തന്ന് നിന്നെ ഞങ്ങൾ ഒഴിവാക്കാം, ഈ പ്രശ്നം ഇവിടത്തോടെ അവസാനം. 1,18,00,000 രൂപയ്ക്ക് കുറ്റിയാടി MLA പാറക്കൽ അബ്ദുള്ള വിലയിട്ടത് 25 ലക്ഷമാണ്. 25 ലക്ഷമാണ് വിലയിട്ടത്. എന്താണ് ഈ 1,18,00,000 രൂപ സിറാജ് ചെയ്തത് അറിയോ? അവന് പല ബിസിനസ്സിലും ദുബൈയിലേക്കും ബിസിനസ് ചെയ്യുന്നുണ്ട് ആ പൈസ ഉപയോഗിച്ചിട്ട്. ദുബൈയിലെ മാട്ടുമൽ ഖാലിദ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അവൻ്റെ ഉമ്മാൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് എനിക്ക് അന്വേഷിച്ചപ്പോൾ കിട്ടിയത്. അവിടെ 1 ലക്ഷം ദിർഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവൻ. പിന്നെ ഇവന് 1 ലക്ഷം ദിർഹംസ് ഏകദേശം ഇന്ത്യൻ മണി 18 ലക്ഷം രൂപ വരെ നിലവിൽ അതിന്റെ ഷെയർ അവർക്ക് കിട്ടിക്കോണുണ്ട്. അവിടെ നിങ്ങളുടെ പണം തിരിച്ചു ഇതുവരെ എൻ്റെ പണം ഇതുവരെ തിരിച്ചു നൽകുന്നില്ല. ആത്മഹത്യ അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ 10 ദിവസം ഞാൻ സമയം പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല. എന്തിനു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കടക്കാരനാണ്. ഞാൻ മുഖേന വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസന്റെ ഉടമസ്ഥർ എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ 1,18,00,000 രൂപ നിങ്ങൾക്ക് തന്ന ആളുകൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്നും വീട്ടിൽ സ്വാഭാവികം, അവരുടെ പൈസയ്ക്ക് അവർ എന്നെ സമീപിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അതിനെല്ലാം ഇടയിൽ നിൽക്കുന്നത് മധ്യസ്ഥൻ നിന്ന കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയാണ്. പാറക്കൽ അബ്ദുള്ള ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ലൈവിൽ പറയുന്നുണ്ട്, ഈ ഒരു സംഭവത്തിനെ പേടിക്കേണ്ടതില്ല, ഇത് ഇടപാട് കേസാണ്, ഇത് തള്ളിപ്പോകുന്ന ഒരു കേസാണ്. ആ സമയത്ത് സിറാജിനോട് പറയുന്നത്, ഇവിടെ നടന്ന ഒരു ഇടപാടല്ല, പുറത്ത് നടന്നൊരു ഇടപാടാണ്, നീ അതിന് പേടിക്കേണ്ട ആവശ്യമില്ല, ഇത് തള്ളിപ്പോകും. പാറക്കൽ അബ്ദുള്ള MLA പറയുന്നു. പാറക്കൽ അബ്ദുള്ള MLA പറയുന്നു, പോക്കർ സാഹിബും പറയുന്നുണ്ട് അവന്റെ കൂടെ നിന്നുകൊണ്ട് കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നു. എന്തെങ്കിലും നേട്ടമുണ്ടോ? അവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിരിക്കും. ഇല്ലാത്ത ഒരു MLA ആയാലും ഒരു MLA ഇടപെടേണ്ട കാര്യമില്ല. ഇതില് ഒരു സത്യസന്ധമായ നീതി ന്യായത്തിന്റെ ഭാഗം നോക്കുന്നു കഴിഞ്ഞാൽ സത്യത്തിന്റെ കൂടെ നിൽക്കാം. പക്ഷെ ഇതേ ഒരു MLAയുടെ ഒരു ഓൺലൈൻ മാധ്യമത്തിനോടുള്ള ഒരു തുറന്ന പറച്ചിലാണ് ഞാൻ. MLA ആണ് ഇതിൽ എനിക്ക് എതിരായിട്ട് നിൽക്കുന്നത്. അവിടെ MLAന്റെ രാഷ്ട്രീയ ബലം ഉപയോഗിച്ചിട്ടാണ് സിറാജ് കളിക്കുന്നത്. മൊത്തം നിങ്ങൾ നിയമപരമായി പോയില്ലേ? നിയമപരമായിട്ട് മൊത്തം പോയി. കോഴിക്കോട് SP, വടകര DYSP, കാസർഗോഡ് SP, കോഴിക്കോട് ADG, ഒരു മനുഷ്യന്മാർ ഇതുവരെ സഹായിച്ചിട്ടില്ല. ഒരു പോലീസ് ഓഫീസറിനും സഹായം ഒന്നും കിട്ടിയിട്ടില്ല. പാറക്കൽ അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഒരു മാധ്യമവും എഴുതുന്നില്ല, ഒന്നും ശബ്ദിക്കാൻ തയ്യാറാവുന്നില്ല. MLAയും അവരെ ആ സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ആ സമയത്ത് മറ്റേ പാറക്കൽ അബ്ദുള്ളക്കെതിരെ ഞാനൊരു പരാതി കൊടുത്തിരുന്നു ADGPക്ക്. കോഴിക്കോട് ADGP ഓഫീസിൽ പരാതി കൊടുത്തതിന് ആ ADGP ഓഫീസിന് പാറക്കൽ അബ്ദുള്ളനെ വിളിച്ചിട്ടാകുമ്പോൾ അതൊന്നുമില്ല പ്രശ്നമെന്ന് പറഞ്ഞിട്ട് ഒതുക്കി തീർത്തതാണ്. ആ പരാതിക്ക് പോലും എനിക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. അതുപോലെ DIG ഓഫീസിൽ ഞാൻ പരാതി കൊടുത്തു, അവിടെ എനിക്ക് നീതി കിട്ടിയില്ല. മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തതിന് ശേഷമാണ് ഈ സിറാജും പറയുന്ന വ്യക്തി കോഴിക്കോട് DYSPക്ക് വന്നിട്ട് 57 ലക്ഷം രൂപ വാങ്ങിയെന്ന് പറഞ്ഞ് രേഖാമൂലം എഴുതി കൊടുക്കുന്ന
കൊടുത്തതാണ്. അതിൻ്റെ പകർപ്പ് എൻ്റെ കയ്യിലുണ്ട് ഇവിടെ. അതും ആ 57 ലക്ഷം പോയിട്ട് 1 രൂപ പോലും ഇന്നേ വരെ എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കൊടുക്കേണ്ട ആൾക്ക് കൊടുക്കാനും പറ്റിയിട്ടില്ല. 1 രൂപ പോലും തന്നില്ല. 1 രൂപ പോലും തന്നില്ല. സിറാജ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു? സിറാജ് ഇപ്പോൾ ഇടയ്ക്ക് മദ്രാസിൽ പോയിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് അവന്. സിറാജ് ബിസിനസ് ചെയ്യുന്നുള്ളത് ഈ പോക്കർ എന്ന് പറയുന്ന വ്യക്തിയുടെ കീഴിലാണ്. ഈ മുസ്ലിം ലീഗിന്റെ MLA എന്ന് പറഞ്ഞല്ലോ പാറക്കൽ അബ്ദുല്ല, അദ്ദേഹത്തിന്റെ ബലം കൊണ്ടാണോ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം, അദ്ദേഹത്തിന്റെ ബലം കൊണ്ടാണ് ഈ സിറാജ് എന്ന് പറയുന്ന വ്യക്തി കളിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടാത്തത്. ഉറപ്പാണ് ഞാൻ പറയുന്നത്. ഈ MLA അദ്ദേഹം കളിക്കുന്ന ഒരു കളിയാണിത്. നേട്ടമുണ്ടോ? അദ്ദേഹത്തിന് നേട്ടമുണ്ടാവും. ഇല്ലാതെ ഈ ഒരു പ്രശ്നത്തിൽ അദ്ദേഹം ഇടപെടൂല. അദ്ദേഹത്തിനും പോക്കറും രണ്ടുപേരും. ആദ്യമായിട്ട് നേട്ടമുള്ളത് പാറക്കൽ അബ്ദുള്ളക്കാണ്. ഇപ്പോ നിങ്ങൾ പറഞ്ഞു വരുന്നത് പാറക്കൽ അബ്ദുള്ളയെ ഒന്നുകൂടി കണ്ട് സംസാരിച്ച് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റും. അവസാന ഘട്ടത്തിൽ ഞാൻ പാറക്കൽ അബ്ദുള്ളൻ്റെ അടുത്ത് പോയി സംസാരിച്ചതാണ്. കുമ്പളയിൽ നിന്ന് ആദിതങ്ങൾ മുഖേന ഞാനും ആദിതങ്ങളും പോയി പാറക്കൽ അബ്ദുള്ളൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചതാണ്. അതിന് ശേഷം അദ്ദേഹം മാറി. അദ്ദേഹം പറഞ്ഞു, ഞാനായിട്ട് ഒരു ഇടപാടുമില്ല, ഇവനായിട്ട് നിങ്ങൾ തീരുമാനിച്ചു, ഞാനായിട്ട് ഒന്നിനും നിൽക്കൂലാൻ. പക്ഷെ ആദ്യം ഇദ്ദേഹം ഇടപെട്ട ഇദ്ദേഹം എന്തുകൊണ്ടാണ് അവിടെ നിന്ന് പിന്മാറാൻ പോകുന്നത് എനിക്കറിയുന്നില്ല. അദ്ദേഹത്തിന് കിട്ടേണ്ട ആവശ്യങ്ങളെല്ലാം അവനെ കൊണ്ട് സ്വാധീനിച്ചിട്ടുണ്ടാവും, കിട്ടിയിട്ടുണ്ടാവും സിറാജിൻ്റെ കയ്യിൽ നിന്ന്. അതിനുശേഷം പോക്കറിനായിട്ട് ഇടപെട്ട് പോക്കർ പറയുന്നത് പാറക്കൽ അബ്ദുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മധ്യസ്ഥത വഹിക്കുന്ന ഒരാളാണ്. ഞാൻ അറിയാനുള്ള ഇടയായത് അദ്ദേഹം നല്ലതും ചെയ്യുന്നതിൻ്റെ എല്ലാ ബാക്കി വടകര ഭാഗത്തുള്ള എല്ലാ തട്ടിപ്പിനും ഇദ്ദേഹമാണ് മധ്യസ്ഥം നിൽക്കുന്നതിനാണ് എനിക്കറിയാൻ പറ്റിയത്. ഇപ്പോൾ ക്യാഷ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് അവസാനം ഒന്നും ഇത് ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയുമില്ല. എന്നെ എന്തായാലും എനിക്ക് ഈ 8 ദിവസം കൂടി എനിക്ക് സമയമുള്ളൂ. അവസാന ഘട്ടത്തിൽ എനിക്ക് ആത്മഹത്യയാണ് എനിക്ക് ചെയ്യാനുള്ള വഴി. നിങ്ങൾ സോഷ്യൽ മീഡിയയും നാട്ടുകാരും ആരെങ്കിലും ഏറ്റെടുത്ത് കഴിഞ്ഞ് എൻ്റെ പ്രശ്നം ഒന്ന് സോൾവ് ആക്കി തരണം, എന്നാലേ എനിക്ക് രക്ഷപ്പെടാനുള്ള വഴിയുണ്ട്. ഇല്ല എനിക്ക് ഒരു വഴിയുമില്ല. ഇർഷാദിൻ്റെ പ്രശ്നം നമ്മൾ കണ്ടു കഴിഞ്ഞു, അതല്ലെങ്കിൽ കേട്ടു കഴിഞ്ഞു. ഇതിനൊരു തീരുമാനം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കോ കോടതിക്കോ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്ന വലിയൊരു സത്യവും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. നമ്മൾക്ക് ഈ വിഷയത്തിൽ എന്തു ചെയ്യാനാകും? സോഷ്യൽ മീഡിയ ഒറ്റക്കെട്ടാകണം. ഈ യുവാവ് ആത്മഹത്യയുടെ വക്കിലാണ്. ആദ്യമായിട്ടാണ് ഷോ ദ സ്പിരിറ്റ് എന്ന എപ്പിസോഡിൽ നിങ്ങൾക്ക് മുന്നിൽ ഒരു അഭ്യർത്ഥനവുമായിട്ട് ഞാൻ വരുന്നത്. തീർച്ചയായും ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കണം. പാറക്കൽ അബ്ദുള്ള MLA ഇദ്ദേഹത്തിന് വേണ്ടി ഇനിയെങ്കിലും സംസാരിക്കാൻ മുന്നോട്ട് വരണം. ന്യായത്തിൻ്റെയും നീതിയുടെയും ഭാഗത്ത് ഒരു MLA നിൽക്കേണ്ടതുണ്ട്. തിരിച്ചറിയുക, ഇദ്ദേഹത്തിനെ സഹായിക്കുക. നന്ദി, നമസ്കാരം.